സ്പെയിനിലെ ബാഴ്സലോണ വിമാനത്താവളത്തിൽ നിന്നും 150 പേരുമായി ജർമ്മനിയിലെ ഡ്യൂസൽഡോർഫിലേക്ക് പുറപ്പെടുന്ന ജർമ്മൻ വിങ്സ് 4U9525 വിമാനം മാർച്ച് 24-ന് 9 മണിക്ക് പുറപ്പെട്ടു. എയർബസ് 320 കടലിന് മുകളിലൂടെ ഫ്രാൻസിലേക്ക് യാത്ര തുടങ്ങി. ഏകദേശം അരമണിക്കൂർ കൊണ്ട് 38,000 അടി ഉയരത്തിൽ കയറാൻ തുടങ്ങി. ഇത് 2 മണിക്കൂർ ഫ്ലൈറ്റാണ്. ആദ്യത്തെ 20 മിനിറ്റിനുള്ളിൽ പൈലറ്റുമാർ ഒരു ഫ്ലൈറ്റ് അറ്റൻഡറുമായി ബാഴ്സലോണയിലെ സ്റ്റോപ്പ് ഓവറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കേൾക്കാമായിരുന്നു. 9:30-ന് വിമാനം എയർ ട്രാഫിക് കൺട്രോളുമായി അവസാന ബന്ധം സ്ഥാപിച്ചു. റൂട്ടിൽ തുടരാനുള്ള അനുമതിയെക്കുറിച്ചുള്ള ഒരു പതിവ് സന്ദേശം. എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടക്കുന്നുണ്ട്. കുറച്ചു സമയത്തിനു ശേഷം ക്യാപ്റ്റൻ കോ പൈലറ്റിനോട് താൻ കോക്ക്പിറ്റിൽ നിന്നും പോകുകയാണെന്ന് പറയുകയും റേഡിയോ ആശയവിനിമയം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കോക്ക്പിറ്റിന്റെ വാതിൽ തുറക്കുന്നതും അടയുന്നതും റെക്കോർഡിംഗിൽ കേൾക്കുന്നു. സെക്കൻഡുകൾക്ക് ശേഷം 9:31-ന് തൊട്ടുമുമ്പ് തിരഞ്ഞെടുത്ത ഉയരം 38,000 അടിയിൽ നിന്നും 100 അടിയിലേക്ക് മാറ്റി. വിമാനം അതിന്റെ ഇറക്കം ആരംഭിച്ചു. 9:33-ന് വിമാനത്തിന്റെ വേഗത വർദ്ധിച്ചു. എയർ ട്രാഫിക് കൺട്രോൾ കോ പൈലറ്റുമായി ബന്ധപ്പെട്ട് വരും മിനിറ്റുകൾ അത് തുടർന്നു. പക്ഷേ മറുപടി ലഭിച്ചില്ല. കോക്ക്പിറ്റിലേക്ക് പ്രവേശനം അഭ്യർത്ഥിക്കുന്ന ഒരു ബസർ 9:34-ന് മുഴങ്ങി. വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുന്ന മുട്ടുന്നതും അടക്കിപ്പിടിച്ചതുമായ ശബ്ദങ്ങൾ റെക്കോർഡിംഗിൽ അവസാനിക്കുന്നതുവരെ കേൾക്കാം. 9:39-ന് കോക്ക്പിറ്റ് വാതിൽ അക്രമാസക്തമായ പ്രഹരങ്ങൾക്ക് സമാനമായ ശബ്ദങ്ങൾ 5 തവണ രേഖപ്പെടുത്തി. ഈ സമയം മറ്റൊരു വിമാനത്തിലെ ജീവനക്കാരും റേഡിയോ വഴി കോക്ക്പിറ്റുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. അടുത്ത മിനിറ്റിൽ ആഘാതത്തിൽ 93 സെക്കൻഡ് മുമ്പ് കോ പൈലറ്റിന്റെ ഫ്ലൈറ്റ് നിയന്ത്രണങ്ങളിൽ ലോ ആംപ്ലിറ്റ്യൂഡ് ഇൻപുട്ടുകൾ രേഖപ്പെടുത്തി. എന്നാൽ ഓട്ടോ പൈലറ്റിന്റെ ചലനത്തിന്റെ തോത് വളരെ കുറവായിരുന്നു. അതിനാൽ ഇൻപുട്ട് ഫ്ലൈറ്റ് പാതയിൽ മാറ്റമൊന്നും വരുത്തിയില്ല. ഭൂപ്രദേശം വലിക്കുക മുന്നറിയിപ്പ് 9:41-ന് പ്രവർത്തനക്ഷമമാക്കി. അത് 9:41 6 സെക്കൻഡ് റെക്കോർഡിംഗിൽ അവസാനിക്കുന്നവരെ തുടർന്നു. തകർച്ചയ്ക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡർ വിശകലനം ചെയ്തതിനു ശേഷം ഫ്രഞ്ച് പ്രോസിക്യൂട്ടർ ബ്രൈസ് റോബിൻ മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചപ്പോൾ എയർബസിലെ സംഭവങ്ങളുടെ വിശദാംശങ്ങൾ നൽകി. ഫ്ലൈറ്റിന്റെ ആദ്യ 20 മിനിറ്റിനുള്ളിൽ കോ പൈലറ്റിന്റെ പ്രതികരണങ്ങൾ മര്യാദയുള്ളതായിരുന്നു. എന്നാൽ ആസൂത്രണം ചെയ്ത ലാൻഡിങ്ങിനെ കുറിച്ച് ക്യാപ്റ്റൻ മിഡ് ഫ്ലൈറ്റ് ബ്രീഫിംഗ് ആരംഭിച്ചപ്പോൾ അദ്ദേഹം കട്ടായി. ഇതിന് തൊട്ട് പിന്നാലെയാണ് ക്യാപ്റ്റൻ ടോയ്ലറ്റിലേക്ക് പോകാനായി കോക്ക്പിറ്റിൽ നിന്നും ഇറങ്ങിയത്. നിമിഷങ്ങൾക്കകം ലോബിറ്റ്സ് വിമാനം താഴ്ത്താൻ ഫ്ലൈറ്റ് മോണിറ്ററിംഗ് സിസ്റ്റം മാറ്റി. ആൾട്ടിറ്റ്യൂഡ് കൺട്രോളുകളിലെ ഈ പ്രവർത്തനം ബോധപൂർവം മാത്രമേ ആകൂ, റോബിൻ പറഞ്ഞു. 10 മിനിറ്റിനുള്ളിൽ വിമാനം ആകാശത്തിലൂടെ കുതിച്ചുയരാൻ എടുത്തപ്പോൾ ലോബിറ്റ്സ് ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ശ്വാസം സാധാരണ നിലയിലായിരുന്നു. ക്രൂ അംഗങ്ങളും എയർ ട്രാഫിക് കൺട്രോളറും അദ്ദേഹത്തെ പ്രതികരിക്കാൻ ആവർത്തിച്ച് ശ്രമിച്ചിട്ടും മിനിറ്റിൽ ഏകദേശം 3000 മുതൽ 4000 അടി വേഗത്തിലാണ് എയർബസ് താഴേക്കിറങ്ങിയത്. അവസാന റഡാർ കോണ്ടാക്ട് 9:40 47 സെക്കൻഡിനും 6175 അടിയിലായിരുന്നു. റെക്കോർഡിംഗ് അവസാന നിമിഷം യാത്രക്കാരുടെ നിലവിളി കേൾക്കാം. ഇതുവരെ കോക്ക്പിറ്റിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് അറിയില്ലായിരുന്നുവെന്ന് റോബിൻ പറഞ്ഞു. മണിക്കൂറിൽ 700 കിലോമീറ്റർ വേഗത്തിലാണ് വിമാനം പർവ്വതത്തിലിടിച്ചത്. മരണം തൽക്ഷണമായിരുന്നു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.